അപ്പം അദ്ദേഹം ഇപ്പോൾ ശാസ്ത്രമംഗലത്ത് ഓഫീസിൽ എത്തുന്നത് ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടം, അദ്ദേഹത്തിൻ്റെ തീരുമാനം. പക്ഷേ 800 രൂപ എടുക്കുന്നത് ശരിയാണ്. 15,000 രൂപ 20,000 രൂപ ശാസ്ത്രമംഗലം വെള്ളയമ്പലം കവടിയാറിലെ കമേഴ്ഷ്യൽ റേറ്റ് വാങ്ങിക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ 800 രൂപയ്ക്ക് ഓഫീസ് എടുക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് പറയാനുള്ള അദ്ദേഹത്തിന് നല്ലൊരു ഓഫീസ് MLA ഹോസ്റ്റൽ അദ്ദേഹം തന്നെ പ്രതിനിധാനം ചെയ്യുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുന്നുകുഴിയിൽ 31-32 റൂമിൽ 2 റൂം അലോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അങ്ങോട്ട് മാറി ഈ പ്രശ്നം പരിഹരിക്കുന്നുള്ളതാണ്. ശ്രീരേഖ മാഡമാണോ വേറെ ആണെന്നൊരു വിഷയമല്ല. കൗൺസിലേഴ്സിന് ഇരിക്കാൻ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ എനിക്ക് കവടിയാർ വാർഡിലുള്ള വിവേകാനന്ദ പാർക്കിലുള്ള ഓഫീസ് വളരെ പരിമിതിയുള്ള ഓഫീസാണ്. എന്നാൽ അവിടെ നമ്മൾ മാറി ഇരിക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ള ഒരു പരിമിതമായിട്ടുള്ള സ്ഥലത്ത് കൗൺസിലേഴ്സ്, അത് CPM BJP അല്ല, കൗൺസിലേഴ്സിനുള്ള ഓഫീസ് കൗൺസിലേഴ്സ് കൊടുക്കാനുള്ള നിലപാടെടുക്കണം. അതിന് ഈ കോർപ്പറേഷൻ പക്ഷേ ഇനിയിപ്പം ആ നഗരസഭയായിട്ടുള്ള കോൺട്രാക്ട് കഴിഞ്ഞ് മാറാൻ പറഞ്ഞാൽ അത്രയും നല്ലത്. പക്ഷേ ഞാൻ ശ്രീ വി കെ പ്രശാന്ത് ആയിരുന്നെങ്കിൽ ഇതിൽ പോകാതെ നേരത്തെ തന്നെ ആ 31-32 എന്നുള്ള MLA ഹോസ്റ്റലിലെ മുറി ഇരുന്നേനെ. അവർ പറയുന്നൊരു ഭാഗം MLA ഹോസ്റ്റലിൽ നിന്ന് ആൾക്കാർ കാണാൻ പറ്റുന്നത് അതൊക്കെ തട്ടിപ്പാണ്. MLA ഹോസ്റ്റൽ ശ്രീ ആന്റണി രാജുവിൻ്റെ ഓഫീസ് MLA ഹോസ്റ്റലിലാണല്ലോ, ശ്രീ K മുരളീധരൻ MLA ഹോസ്റ്റലിൽ വെച്ചാണല്ലോ. ഞാൻ MLA ആയിരുന്നപ്പോൾ MLA ഹോസ്റ്റലിലും ആര്യനാടത്തെ ഓഫീസിലും വാടക കൊടുത്ത് തുറച്ചിട്ടിരുന്ന ആളാണ്. ഇപ്പോൾ MLA ഹോസ്റ്റലിൽ വരുന്ന ആളുകളെ ആരും തടയാൻ പോകുന്നില്ല. വട്ടിയൂർക്കാവിൻ്റെ ഹൃദയഭാഗത്താണ് ഈ പട്ടം, കുന്നുകുഴി, കേശാവസുരം, നാലാഞ്ചിറ, നന്തങ്കോട് തുടങ്ങിയ ഭാഗങ്ങളിലെ ആളുകൾക്ക് പോകാൻ MLA ഹോസ്റ്റൽ എളുപ്പം. അപ്പം അദ്ദേഹം ഇപ്പോൾ ശാസ്ത്രമംഗലത്ത് ഓഫീസിൽ എത്തുന്നത് ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടം, അദ്ദേഹത്തിൻ്റെ തീരുമാനം. പക്ഷേ 800 രൂപ എടുക്കുന്നത് ശരിയാണ്. 15,000 രൂപ 20,000 രൂപ ശാസ്ത്രമംഗലം വെള്ളയമ്പലം കവടിയാറിലെ കമേഴ്ഷ്യൽ റേറ്റ് വാങ്ങിക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ 800 രൂപയ്ക്ക് ഓഫീസ് എടുക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ്. 2019 ജയിച്ച കാലം മുതൽ തന്നെ ഇത് കൃത്യമായി വാടക അടച്ചുകൊണ്ട് അത് നിയമപരമായിട്ട് തന്നെ ഏറ്റെടുത്തതാണ് ഇങ്ങനെ ഒരു MLA. അപ്പൊ അന്ന് അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും നിലയ്ക്ക് അത് സ്വന്തമാക്കുക അത്തരത്തിലുള്ള പ്രവൃത്തിയായിട്ടാണോ നിലവിൽ? ഇല്ല, ഞാൻ പറയുന്നത് നേരത്തെ ചെയ്തെങ്കിലും ആ ഓഫീസ് പണ്ട് മുതൽക്കേ ഒരു കോർപ്പറേഷൻ കൗൺസിലേഴ്സിന് വേണ്ടി തുടങ്ങിയ ഓഫീസാണ്. അന്ന് ബിന്ദു ചേച്ചി, എൻ്റെ അയൽവാസിയായിട്ടുള്ള ബിന്ദു ചേച്ചി CPM കൗൺസിലർ ആയിരുന്നപ്പോഴാണ് ആ ഓഫീസ് ശ്രീ പ്രശാന്തിന് കൊടുത്തത്. ഞാൻ മനസ്സിലാക്കുന്നത് അന്നേ ശ്രീ പ്രശാന്തിന് MLA ഹോസ്റ്റലിലെ റൂം കൊടുത്തിരുന്നു. പക്ഷേ അവിടെ സൗകര്യങ്ങളില്ല എന്ന് അദ്ദേഹം ഇങ്ങോട്ട് മാറി. അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. ഒറ്റ കാര്യം പറയാനുള്ളൂ, കൗൺസിലേഴ്സിനുള്ള സ്പേസ് അതേത് പാർട്ടിയാണെങ്കിലും കൗൺസിലേഴ്സിന് ഉപയോഗിക്കാൻ കൊടുക്കുക. അദ്ദേഹത്തിന് ഒരു ആഡഡ് സൗകര്യമുള്ളത് MLA ഹോസ്റ്റലിലെ റൂം ഇവിടെ തന്നെ ഉള്ളതുകൊണ്ടും 1 അല്ല 2 മുറി അദ്ദേഹത്തിൻ്റെ പേരിൽ അവിടെ കമ്പ്യൂട്ടർ സൗകര്യമുണ്ട്, പ്രിൻ്ററുണ്ട്, വൈഫൈ ഉണ്ട്, വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഈ ആളുകൾക്കെല്ലാം ഒരു ബസ് നേരെ ഇറങ്ങിയ പാളയം പള്ളിയിലൂടെ ബസ് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അദ്ദേഹം അങ്ങോട്ട് മാറണം എന്നുള്ള, ഞാൻ അദ്ദേഹമായിരുന്നെങ്കിൽ അങ്ങോട്ട് മാറുക ഞാൻ ഉദ്ദേശിച്ചത്. കഴിഞ്ഞ 7 വർഷമായി താൻ ഉപയോഗിക്കുന്ന ഓഫീസാണ്. മണ്ഡലത്തിന്റെ സെന്റർ കേന്ദ്രീകരിച്ച് ജനങ്ങൾക്ക് വന്നു പോകാൻ ഒരു ഓഫീസ് വേണമെന്നുള്ളത് ജനങ്ങളുടെ അടക്കം ആവശ്യമാണ് എന്നുള്ളതാണ് വി കെ പ്രശാന്തിന്റെ വിശദീകരണം. അല്ല, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഇവിടെയാണ് ഓഫീസ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോട്ടെ. പക്ഷേ ഈ പറഞ്ഞ 800 രൂപ അത് കുറവാണ്. അത് നഗരസഭയാണ് തീരുമാനം എടുക്കേണ്ടത്. അദ്ദേഹം ആ 800 രൂപ എന്നുള്ള അമൗണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കവടിയാർ ജവഹർനഗറിലെ കണ്ടം ചെയ്തിരിക്കുന്ന ഹൗസിംഗ് ബോർഡിന്റെ ബിൽഡിങ്ങിൽ അവിടെ ഞാൻ ചോദിച്ചപ്പോൾ ഒരു ബാർബർ ഷോപ്പ് ഓടുന്നത് 15,000 രൂപയാണ് വാടക. ഞാൻ 15,000 രൂപ ഒരു ജനപ്രതിനിധിയുടെ ഓഫീസിന് വാങ്ങിക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ 800 രൂപ എന്ന് പറയുന്നത് വളരെ ക്രൂരമാണ്. ഇതാണ്